പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും അല്പസമയം കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവേ. അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന പിതാവേ. അങ്ങേകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ്, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് കരുണയും അങ്ങ് കൃപയും അങ്ങ് ദീർഘക്ഷമയും മഹാദയമുള്ള കർത്താവ്, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാൽ അങ്ങ് പ്രകാശിപ്പിക്കും എന്നുള്ള അങ്ങയുടെ തിരുവെഴുത്ത, ആ തിരുവെഴുത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ കാര്യവും ഞങ്ങളുടെ വ്യവഹാരവും നടത്തിത്തരുന്ന കർത്താവ്, അതിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയത്. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രിയിൽ നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആമേൻ, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന്, സന്തോഷത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ സ്തോത്രം പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്ക് നന്ദി. ഇന്ന് പകൽ അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം. ഇന്ന് പകൽ അങ്ങ് ഞങ്ങളെ അത്ഭുതത്തോട് നടത്തുന്നതിന് സ്തോത്രം. പഴയ നിയമത്തിൽ ദൈവജനത്തെ മരുഭൂമിയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂടായി നടത്തിയതുപോലെ ഹല്ലേലൂയ, ഇന്ന് പകൽ ഞങ്ങളെ അത്ഭുതത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് പലർക്കും ഒരു അത്ഭുതമായിരിക്കും. ഞങ്ങളെ കാണുന്നവർ ആശ്ചര്യത്തോടെ നോക്കും. കാരണം ഞങ്ങളിൽ ദൈവം ചെയ്ത പ്രവൃത്തി വലുതായിരിക്കും. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി ഞങ്ങൾ ഇവരെ ഓരോരുത്തരെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണമേ. ദൈവിക സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ദൈവിക ആരോഗ്യവും ദൈവിക സമൃദ്ധിയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്ക് വേദനയായി നീര് വെച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശുവിന്റെ നാമത്തിൽ കാലുകളുടെ മുട്ടുകൾ സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥത വരട്ടെ. അതുപോലെ കാലിന്റെ ബാക്ക് സൈഡിൽ വെരിക്കോസ് വെയിൻ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ സ്വസ്ഥത വന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവേ, വിസയുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി അത് ലഭിക്കുന്നതിന് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. അവരുടെ എഡ്യൂക്കേഷൻ ആവശ്യമായ ക്രമീകരണങ്ങൾ തക്ക സമയത്ത് ഉണ്ടാകട്ടെ. കർത്താവ് ഇന്ന് പകൽക്കാലം അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവേ, മറ്റു ഭാരങ്ങൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കുന്നതിന് നന്ദി. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും ബ്ലസ്സഡ് മീറ്റിംഗ് ആയി മാറട്ടെ, മഹത്വം കൊണ്ട് നിറഞ്ഞ മീറ്റിംഗ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. ലോകരാജ്യങ്ങളെ ഏൽപ്പിക്കുന്നു. സമാധാനം കൊണ്ട് നിറച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നമുക്ക് 9:30 നമ്മുടെ മീറ്റിംഗ്. ഈ പ്രാർത്ഥനയുടെ മാസം ഇന്നും അല്പസമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുന്നു. മിനിഞ്ഞാന്ന് വന്ന പ്രാർത്ഥന റിക്വസ്റ്റുകളെല്ലാം ഇന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അയക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥന റിക്വസ്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് പ്രാർത്ഥിക്കണം, സഭയായി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ പ്രേരണയുണ്ടെങ്കിൽ ആ പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചു തരിക. മിനിഞ്ഞാന്ന് തന്ന പ്രാർത്ഥന റിക്വസ്റ്റുകൾ തരണ്ട. അത് ഓൾറെഡി കർത്താവ് കേട്ട് കഴിഞ്ഞു. അതിന്മേൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞു. അപ്പം നമ്മൾ അതിന്റെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് തരുന്നത് നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മിനിഞ്ഞാന്ന് അയച്ചു തരാൻ കഴിയാത്തവർക്ക് ഇന്നുകൂടെ അവസരമുണ്ട്. കൊണ്ടുവരിക. നമുക്ക് ഒരുമിച്ച് രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രി 9:30 ഇപ്പോഴേ നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാം സെറ്റ് ചെയ്യണം. ഷാർപ്പ് 9:30 ഇന്ത്യൻ സമയം ജോയിൻ ചെയ്യണം കേട്ടോ. സങ്കീർത്തനം 3-ാം അധ്യായം അതിന്റെ ആദ്യ 3 വാക്യങ്ങൾ വായിക്കാൻ പോവുക. അതിന്റെ ഇൻട്രഡക്ഷൻ ലിങ്കിലാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദ് തന്റെ മകനായ
അബ്ശലോമിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ആമേൻ. അതിനകത്ത് ദാവീദ് പാടി ഇങ്ങനെ, ദാവീദ് ഒരു പ്രതികൂലത്തിന്റെ സമയത്ത് നിൽക്കുമ്പോൾ, പ്രയാസത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ പാടിയതാണ് ഈ സങ്കീർത്തനം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകും. നമുക്കിത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയാനൊരു എളുപ്പമാണ്. കർത്താവേ, എന്റെ വൈരികൾ എത്ര പേര്, തന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെയാണ്, എന്നോട് എതിർക്കുന്നവർ അനേകരാകും. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നോക്കുന്നവരും കാണുന്നവരും ഒക്കെ പറയുക, ദൈവത്തിങ്കൽ ഇനി ഇവന് രക്ഷയില്ല, ഇവൻ രക്ഷപ്പെട്ട് കയറുകയില്ല, ഇവൻ പ്രയാസത്തിൽ വീണുപോയി, ഇനി ഇവൻ മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്ന് പറയുന്നു. പക്ഷെ അവിടെ ദാവീദ് ഒരു സേല എന്നൊരു പദം വെച്ചിട്ടുണ്ട്. അതായത് ദാവീദ് അവിടെ നിർത്തി, പിന്നെ ദാവീദ് ധ്യാനിക്കാൻ തുടങ്ങി. എന്നിട്ട് ദാവീദ് പറയുന്നു, സേല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഷയങ്ങൾ ദാവീദ് പറഞ്ഞു. അതായത് ആമേൻ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. എന്നിട്ട് നാട്ടുകാരെന്നെ നോക്കിയിട്ട് പറയുന്നു, ഇവന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷ ലഭിക്കത്തില്ല എന്ന് പറയുന്നു. എന്നിട്ട് ദാവീദ് അവിടെ കൊണ്ട് നിർത്തി. ദാവീദ് സേല എന്ന് പറഞ്ഞാൽ ദാവീദ് അവിടെ നിർത്തിയിട്ട് ദാവീദ് ദൈവത്തിന്റെ മഹിമയെ ധ്യാനിക്കാൻ തുടങ്ങി. എന്നിട്ട് ദാവീദ് പറയും, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി അവിടെ? അതായത് മുകളിലത്തെ 2 വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു. അവൻ ദാവീദിന്റെ പ്രശ്നത്തിന് നടുവിൽ നിൽക്കുക. പക്ഷെ അവിടെ ദാവീദ് എന്ത് ചെയ്തു? പെട്ടെന്ന് ഒന്ന് നിർത്തി. ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദമാണ് സേല. സേല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദാവീദ് താൽക്കാലികമായി അവിടെ ഒന്ന് നിർത്തിയിട്ട് പിന്നെ ദാവീദ് ദൈവത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിക്കുന്ന സമയങ്ങളിൽ ദാവീദ് തന്റെ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണുമാറ്റി. അതായത് തന്റെ ശത്രുക്കളിൽ നിന്നും മനുഷ്യൻ പറയുന്ന വാക്കുകളിൽ നിന്നും തന്റെ മനസ്സൊന്നും മാറ്റിയിട്ട് ദാവീദ് ദൈവത്തിലേക്ക് നോക്കി. ആ നിമിഷങ്ങളിൽ ദാവീദ് എന്ത് ചെയ്യുന്നത്? സൈന്യങ്ങളുടെ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നടത്തിയതും തനിക്ക് വേണ്ടി യുദ്ധം ചെയ്തതും അവൻ ഗോലിയാത്തിനെ തകർത്തതും സിംഹത്തെയും കരടിയെയും ഒക്കെ വലിച്ചു കീറി കളഞ്ഞ് തനിക്ക് വേണ്ടി കൂടെ നിന്ന ആ രംഗം ദാവീദ് അവിടെ നിന്നൊന്ന് ഓർത്തു. ആമേൻ. ആ ദാവീദ് പ്രശ്നത്തിൽ നിന്നും തന്റെ കണ്ണെടുത്ത് ദൈവത്തിന്റെ കൃപയിലേക്ക്, ദൈവത്തിന്റെ കരുണയിലേക്ക്, ദൈവത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ദാവീദ് ഉടനെ പറയുക, ഹല്ലേലൂയ, അങ്ങോ യഹോവേ എനിക്ക് ചുറ്റും അങ്ങ് പരിചയം. ആമേൻ. എന്താ പറഞ്ഞേ? അങ്ങോ യഹോവേ അങ്ങ് എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അതായത് വേദനാജനകമായ കഷ്ടതയുടെ നടുവിൽ നിൽക്കുന്ന ദാവീദ് ആ കഷ്ടതയുടെ നടുവിൽ നിന്ന് താൽക്കാലികമായി അവൻ പ്രശ്നത്തെ മറന്നിട്ട് അവൻ കർത്താവിന്റെ അടുക്കിലേക്ക് നോക്കിയപ്പോൾ അവന്റെ അകത്തുനിന്ന് സമാധാനവും സന്തോഷവും അവൻ ഒഴുകി വരുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദാവീദിനുണ്ടായതുപോലുള്ള ആദ്യത്തെ ആ 2 വാക്യങ്ങളിൽ കാണുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകാം. അവിടെ നമുക്കും ഒരു സേല മൂവ്മെന്റുകൾ അല്ലെങ്കിൽ സേല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെ പോസ് ചെയ്യണം, നിർത്തണം. എന്നിട്ട് ഈ പ്രശ്നത്തെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ അവൻ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ, ആമേൻ, സ്തോത്രം, പ്രശ്നത്തിൽ നിന്ന് കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുമ്പോൾ നമ്മൾ വീണ്ടും ദൈവിക കൃപ അനുഭവിപ്പാനും ദൈവിക സമാധാനം അനുഭവിക്കുവാനും ഇവിടെ വരും. രോഗത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ, പ്രശ്നത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ, പ്രതികൂലത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ, കഴിഞ്ഞ കാലങ്ങളിൽ രോഗങ്ങൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ അതിന്റെ നടുവിൽ നമ്മളെ വിടുവിക്കുകയും അതിന്റെ നടുവിൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇറങ്ങി വരികയും ചെയ്ത കർത്താവിനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ദാവീദിനെ പോലുള്ള നമ്മളും പ്രതികൂലങ്ങളിലൂടെ പോകുന്നവരായിരിക്കും. പക്ഷെ അവിടെ നിർത്തുക. എന്നിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്തത് ധ്യാനിക്കുക, ഉറക്കെ പ്രഖ്യാപിക്കുക. ആ ദൈവം ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. പ്രശ്നത്തെ ധ്യാനിക്കുന്നതിന് പകരം ദൈവത്തെ ധ്യാനിക്കുക. രോഗത്തെ ധ്യാനിക്കുന്നതിന് പകരം കർത്താവിനെ ധ്യാനിക്കുക. പ്രതികൂലങ്ങളെ ധ്യാനിക്കുന്നതിന് പകരം വിടുവിക്കുന്ന കർത്താവിനെ ധ്യാനിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നമ്മുടെ ജീവിതത്തിലും ഇടയ്ക്കൊന്ന് നിർത്തി, ആമേൻ, പ്രശ്നത്തിന്റെ മുമ്പിൽ നിന്ന് അവിടെ നിർത്തിയിട്ട് പ്രശ്നത്തിൽ നിന്ന് കണ്ണെടുത്തിട്ട് ദൈവത്തിലേക്കൊന്ന് കണ്ണുവെക്കുവാൻ തയ്യാറാകുക. ദൈവം അനുഗ്രഹിക്കട്ടെ.